കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് പിന്നെ സോട്ട് ചെയ്യുക. അതും പച്ചമുളകും കൂടെ സോട്ട് ചെയ്യുക. അതൊന്ന് സോട്ടായി കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് മിൻസ്ഡ് മീറ്റ് ഇട്ട് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്യുക. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിന്നെ സ്മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഈ മിൻസ്ഡ് മീറ്റിനകത്തോടെ ഇട്ട് അതിനെ ഒന്നുകൂടെ ഇതുമായിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇനി ആ കട്ട്ലേറ്റിൻ്റെ മിക്സ് നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായിട്ട് പരത്തിയിടാം. ഇനി ഇപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ഇതുപോണക്ക് നല്ല ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം എല്ലാം ഓരോന്നോരോന്നായിട്ട് ബ്രെഡ് ക്രംസ് മുട്ട മുക്കി അതിന് ശേഷം ബ്രെഡ് ക്രംസ് മുക്കി വറുത്ത് കോരിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ അതിലൊഴിച്ച് ഇത് ചൂടാക്കുക. ഇനി മുട്ട നല്ലവണ്ണം അടിച്ച് പതിപ്പിച്ചെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് ഓരോ കട്ട്ലേറ്റും മുക്കിയെടുക്കുക. ആദ്യം മുട്ടയ്ക്കകത്ത് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി അതിനെ I think it may be sufficient. കട്ട്ലേറ്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് അരച്ച എണ്ണയിൽ ഇട്ട് വറുത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ കട്ട്ലേറ്റ്സും വറുത്ത് കോരിയെടുത്തു. Now the cutlet is ready. Please subscribe and hit the